നമസ്കാരം. കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുരുമുളക് തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമ്പോസ്റ്റ്, പിന്നെ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും വേണമെങ്കിൽ നമുക്ക് അല്പം സ്യൂഡോമോണസ് കൂടി അതിൻ്റെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്യൂഡോമോണസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഇതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, സ്യൂഡോമോണസ് എല്ലാം കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിനടിയിലുള്ള അണുക്കളൊക്കെ ഇത് ഇല്ലാതാക്കും. അപ്പോൾ വേരുകൾക്കൊക്കെ ഉണ്ടാകുന്ന കീടബാധയൊക്കെ തടയാൻ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് സ്യൂഡോമോണസ്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 4 മാസമാണ്. 4 മാസത്തിന് മുമ്പ് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. പിന്നെ സ്യൂഡോമോണസ് നമുക്ക് ജൈവവളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ കാർഷിക കോളേജിൽ നിന്നോ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ 4 മാസത്തിന് മുമ്പ് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ നോക്കുക. ചെറിയൊരളവ് ചേർത്താൽ മതിയാവും. ഇതെല്ലാം ചേർത്ത് മണ്ണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നടാനുള്ള തൈ എടുത്ത് വെക്കുക. അപ്പോൾ ഈ തൈയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ചെറിയൊരു കവറിലാണുള്ളത്. അതിൻ്റെ കവർ നമുക്ക് മാറ്റി കൊടുത്ത് അല്പം ഒരു വലിയ കവറിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ വലിയ കവറിൽ മണ്ണൊക്കെ നിറച്ച് നന്നായി അതിൽ മണ്ണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി മണ്ണ് മിക്സ് ചെയ്ത് ബാഗ് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണ്ട് മുറിച്ച് നടുന്നതിനേക്കാളും 99% വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ വേണ്ട പോളിത്തീൻ കവറ് എല്ലാം നിറച്ച് വെക്കുക. അപ്പോൾ ആ പോളിത്തീൻ കവറൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-20 കവറാണെന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വള്ളിയുടെ നീളത്തിനനുസരിച്ച് നമുക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്ന പോലെ ആ മുട്ട് പോലുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഗ്രോ ബാഗ് വെച്ചതിന് ശേഷം തെങ്ങിൻ്റെ ഇറുക്കിലെടുത്ത് ഇതുപോലെ പിന്ന് പോലെ ചെയ്തതിന് ശേഷം വളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അതിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ കവറിലും ഇതേപോലെ തന്നെ ഇറുക്കിൽ വളച്ച് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ കമ്പിൻ്റെ അടുത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് വെക്കുക. കൂടുതലായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ കമ്പ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കേണ്ടതാണ്. ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നനവ് സ്ഥിരമായിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലെ ഒരു 30 ദിവസം വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. 30 ദിവസത്തിന് ശേഷം അതിൽ നന്നായി വേര് പിടിച്ച് കാണും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ചില തൈകൾ, ചില വെറൈറ്റീസ് തൈകൾ വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് പെപ്പർ തെക്കൻ്റെ തൈയാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസ് തൈകളൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു തൈ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്നും ധാരാളം തൈകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 30 ദിവസത്തിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ മുറിച്ചുള്ള കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നടുവിനായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. മുറിച്ച് കൊടുത്തതിന് ശേഷം ഒരു
15 സെൻറ്റിമീറ്റർ വലിപ്പമാകുമ്പോഴേക്കും നമുക്ക് ഇത് പറിച്ച് നമുക്ക് മണ്ണിൽ നടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വിടുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.